നമസ്കാരം ചങ്കുകളെ, നമ്മുടെ മറ്റൊരു അടിപൊളി റെസിപ്പിയുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ ചാക്കോൾ. കറി ഇടുന്നത് പച്ചമുളക്, കൊച്ചുള്ളിയും സവാളയാണ്. ഒരു സവാളയും 4-5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, 1 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളി കാണും. അതുപോലെ ഒരു ചെറിയ മീഡിയം പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കരിയാപ്പില, വറ്റൽമുളക്, മല്ലിയില, പുതിനയില. ഈ മല്ലിയിലയും പുതിനയിലയും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം. ഇനി കുരുമുളക്, നമ്മൾ പച്ചമുളകും ചുവന്നമുളക് ഇട്ടുകൊണ്ട് കുരുമുളക് ആ എരി അനുസരിച്ചിട്ടാൽ മതി. നല്ല ഉണങ്ങിയ കുരുമുളക്, പച്ചക്കുരുമുളക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഞാനിവിടെ ഉണങ്ങിയ കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചതൊന്ന് കാണിച്ചത്. കാണാൻ ഒരു IAPലിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജാറ് മാറ്റിയിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉറയടിച്ച തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. അത്രയും തൈര് ഇട്ടിട്ടുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിനെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ട് അതാണ് ചിക്കൻ്റെ മാരിനേഷൻ. എന്നിട്ട് നമ്മൾ ചിക്കനിൽ ചിക്കൻ ഇതാണ് ഞാനൊരു ചെറിയ മീഡിയം പീസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ ഗ്രില്ലായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മസാല ഇടാൻ പോവുകയാണ്. 1 കിലോ ചിക്കൻ ഉണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെ കളറാണ് ഈ മുന്നിൽ നിൽക്കുന്ന കറുത്ത്. ഇതിനകത്ത് ഇനി 2 ഐറ്റം കൂടെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. എങ്കിലേ ഈ മസാല പൂർണ്ണമാകത്തുള്ളൂ. ഇനി ഇതിനകത്ത് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പെരുംജീരകം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയെല്ലാം നല്ലപോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പെരുംജീരകമാണേ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഫ്രൈ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലപോലെ ചിക്കനിൽ മാരിനേഷൻ പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പക്കയാണ്. കുരുമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ള ഈ ഒരു എരി ഇറങ്ങിയിട്ടുണ്ട്. നല്ല എരിയൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കിന് ആവശ്യമുള്ള എരി മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇതിനെ മിനിമം 2 to 3 മണിക്കൂർ മിനിമമാണ് നമ്മൾ ആ മസാല പിടിക്കാൻ വെച്ചിരിക്കണം. അതിനുശേഷം ചാർക്കോൾ ഇട്ട് ചുട്ടെടുക്കും. കൂട്ടത്തിൽ മയണൈസ്, മിൻ ചട്നി. ചാർക്കോൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാർക്കോൾ കത്തിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം കുറച്ച് ചിരട്ടയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അതിനകത്തൊരു ചാർക്കോൾ ഇട്ട് നല്ല കണലാക്കി എടുത്താൽ മതി. കനലൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഈ ചിക്കൻ വെക്കാൻ പോവുകയാണ്. ഗ്രില്ല് കുറച്ച് ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചിക്കൻ വെക്കാൻ. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ പറക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനെല്ലാം അടുക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഓയിൽ നല്ലപോലെ സ്പ്രെഡ് തേച്ച് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കമ്പിനകത്ത് കുറച്ച് തുണി ചുറ്റിട്ട് ഒരു പന്തം പോലെ ആക്കിയിട്ട് ഓയിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ എൻ്റെ അടയ്ക്കുന്ന ഗ്രില്ലാണ്. അടച്ച് നമ്മൾ ആ ലോക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ നല്ലപോലെ ചുട്ടെടുക്കാൻ പോവുകയാണ്. ആ ഗ്രില്ലിനെ തിരിച്ചും മറിച്ചും വെച്ച് ചിക്കന് 2 സൈഡിലും ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ചാർക്കോളിന് തീ കുറയുവാണെങ്കിൽ ഒന്ന് വീശി കൊടുത്ത് ആ തീയുടെ ചൂടൊന്ന് കൂട്ടി കഴിഞ്ഞിട്ട് അധികം വെന്ത് പോകാതെ കരിഞ്ഞു പോകാതെ ചിക്കനെ നല്ലപോലെ ഗ്രില്ല് ചെയ്ത് എടുക്കുക. കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ റെഡിയായി ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്കൊരു മയണൈസ് അടിക്കാൻ പോകാം. നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. മയണൈസ് അടിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ സ്പെഷ്യലായിട്ട് മയണൈസ് അടിക്കുന്ന ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അടുത്ത പുതിന ചട്നി. നമ്മൾ പുതിനയും അതേപോലെ തന്നെ മല്ലിയിലിട്ടൊരു ചട്നി അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഡാല് കടുക് വറുത്ത് വെളിച്ചെണ്ണയ്ക്ക് അത് ഡാലും ഫ്രൈ ചെയ്യുകയാണ്. ഡാലില്ലെങ്കിൽ നല്ല നമ്മൾ പൊരിക്കടല ഉണ്ടല്ലോ, പൊരിക്കടല അതാണ് ശരിക്കും ഇടുന്നത്. ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡാലിന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിനകത്ത് ഉള്ളിയും തക്കാളി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, തൈര് ഒഴിച്ചിട്ട് ചട്നി ഉണ്ടാക്കും. അടാറ് ടേസ്റ്റാണ്.
നമ്മളിപ്പോൾ എന്താണ് ഇതിനകത്ത് ഒരു തക്കാളി പിന്നെ കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ, ചുമ്മാ വാട്ടി നിൽക്കണം. ജസ്റ്റ് ഒന്ന് വാടിയ പച്ചപ്പ് പോകാൻ വേണ്ടി ഒന്ന് വാട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുക. അപ്പോൾ നമ്മൾ ചട്നി അടിക്കാൻ പോവുകയാണ്. മല്ലിയില, മിൻറ്റ് ലീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, 4 പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഡാലും എല്ലാം കൂടെ ഇടുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ തന്നെ ഉറവഴിച്ച തൈര്. നിങ്ങളുടെ ആവശ്യാനുസരണം തൈര് ചേർക്കാം. തിക്കായിട്ട് വേണമെങ്കിൽ തൈര് കുറച്ച് കുറച്ചാൽ മതി, ലൂസ് വേണമെങ്കിൽ ഇച്ചിരി ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 12 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് മൊത്തം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെ ആയാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഉപയോഗിക്കാൻ പറ്റിയ ചട്നിയാണ്. നമ്മുടെ ചട്നി, മയണൈസ്, ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി മേടിച്ച് ചപ്പാത്തിയുടെ തിന്നുവാണ്. എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഗ്രില്ഡ് വെജിറ്റബിൾസ് ആണ്. ആ ഗ്രില്ഡ് വെജിറ്റബിളിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണണം. നല്ലൊരു ഡയറ്റ് റെസിപ്പിയാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.